ഞാനും ഖത്തീബ് ഉസ്താദും കൂടെ ഇന്നൊരു യാത്ര പോകുന്നതാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വയലട വ്യൂ പോയിന്റിലാണ്. ഇങ്ങനെ വെസ്റ്റേൺ ഗാർഡ്സും അതേമാതിരി അറബിക്കടലും ഇവിടുത്തെ ഡാമും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഉസ്താദിന് യാത്രകളെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? യാത്ര ഇസ്ലാമിൽ ഒരുപാട് കാഴ്ചപ്പാടുള്ളൊരു സംഭവം. യാത്ര എന്നത് ഒരുപാട് അനുഭവങ്ങളും അള്ളാഹുവിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളും അത് യാത്ര എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിലും യാത്ര ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകൾ വന്നിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തന്നെ യാത്ര ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന ഒരു മഹാനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ ഒരുപാട് വലിയ ആലിമാണ്, വലിയ മുഫസ്സിറാണ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച വലിയൊരു മഹാനാണ്. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് ലോകം അറിയപ്പെടുന്നത് ഇബ്നു ബത്തൂത്ത ഒരു യാത്രികനായിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓരോ ഹദീസുകളുടെ വിശദീകരണമാണെങ്കിലും ചരിത്ര പഠനത്തിനാണെങ്കിലും കൂടുതൽ ആധികാരികത ഉണ്ടാവാനുള്ള ഒരു കാരണം വെറുതെ ഒരു ഭാഗത്തിരുന്ന് പറയുന്ന എഴുതുന്ന ഒരു സംഭവമല്ല എന്നതുകൊണ്ടാണ്. ലോകം മുഴുവനും സഞ്ചരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും പോയി നബിമാർ അവർ പ്രബോധനം ചെയ്ത നാടുകൾ കണ്ട് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചരിത്ര ഭൂമികളെ സന്ദർശിച്ച് അന്നുണ്ടായിരുന്ന സംഭവ വികാസങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടാണ് അദ്ദേഹം ഓരോ വിഷയങ്ങൾ നമ്മളെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു മലയും മേടും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അത്ഭുതം തന്നെയാണ്. ഈ പാറ സാധാരണ നമ്മൾ ഒരുപാട് പാറകൾ കണ്ടിട്ടുണ്ട്, അതുപോലെയല്ല ഈ പാറയ്ക്ക് ഒരുപാട് വ്യത്യസ്തതകൾ വരുന്നുണ്ട്. ശരിക്കും ഈ കടലിൻ്റെയൊക്കെ ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു ഇത് ചരിത്രം നൂറ്റാണ്ടുകൾക്ക് അപ്പുറം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും. അള്ളാൻ്റെ ഭൂമി അങ്ങനെയാണ്. നമുക്ക് റൂമിലിരുന്നത് കാണാൻ കഴിയില്ല. പിന്നെ നമുക്ക് ഇരുന്നോടത്തിരുന്ന് ലോകം കാണാനുള്ള സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ മൊബൈലാണെങ്കിലും ടി വി ആണെങ്കിലും എല്ലാ സംവിധാനം ഉണ്ടെങ്കിലും നേരിട്ട് കാണുക എന്നതൊരു വലിയ അനുഭവം തന്നെയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ ഇതൊക്കെ യാത്ര ഇസ്ലാമിക വീക്ഷണത്തിൽ നമ്മളിതൊക്കെ പറയുമ്പോൾ ഒരു നിലയ്ക്ക് ഇതൊക്കെ വലിയ സുന്നത്താണ്. അത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നമ്മളെ നിയ്യത്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഹറാമുകളില്ലാതെ അനാവശ്യങ്ങളില്ലാതെ അനാശ്വാസങ്ങളില്ലാത്ത എല്ലാ യാത്രകളും നല്ല നിയ്യത്താണെങ്കിൽ അത് വലിയ ഇബാദത്താണ്. അതിന് കൂലി വരെയുണ്ട്. അങ്ങനെ നിയ്യത്ത് വെച്ചിട്ട് ഒരു മനുഷ്യൻ യാത്ര ഇറങ്ങി ഒരു ടൂറിന് പോവാണ്. ആ ടൂറിനിടയിൽ മരണപ്പെടുക, അപകടം സംഭവിക്കുക എങ്കിൽ പോലും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായി പോകുന്നതാണ്. അത്രയും ഇതാണ്. പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പന്മാർ അല്ലെങ്കിൽ ട്രിപ്പ് പോണ ആൾക്കാർ ഇതൊക്കെ ഒരു നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണുള്ളത്. അതൊരു ഞാൻ അതിനോട് വ്യക്തിപരമായിട്ട് അതിനോടൊരു യോജിപ്പ് എനിക്കില്ല എന്ന് മാത്രമല്ല ഇസ്ലാമിക വീക്ഷണം തന്നെ അങ്ങനെയാണ്. യാത്ര നബിമാർ മുഴുവൻ യാത്രികരായിരുന്നു. ഏത് നബിമാരെ ചരിത്രം എടുത്തു നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും വല്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് വല്ലാതെ ബുദ്ധിമുട്ട് കുടുംബത്തിൽ നിന്ന് നാട്ടിൽ നിന്ന് എല്ലാ നിലക്കും ഭാഗങ്ങളിൽ നിന്നുള്ള കഠിനമായ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം, ഒരു റിലാക്സേഷനായിട്ട് അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ട അടിമക്ക് മുത്തുനബി തങ്ങൾക്ക് സമ്മാനിച്ച ഒരു സമ്മാനം തന്നെ, ഒരു ഗിഫ്റ്റ് തന്നെ ഒരു യാത്രയാണ്. ഒരു അടിപൊളി ഒരു പാക്കേജ് ആയിരുന്നില്ലേ? അതെ. ആ യാത്രയല്ലേ നമുക്ക് ഏറ്റവും വലിയ ഇപ്പോൾ ഈ നിസ്കാരം എന്ന ആ ഒരു ഇബാദത്ത് കിട്ടാൻ പോലും കാരണം ആ ഒരു യാത്ര കൊണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര സംഭവം തന്നെ. യാത്ര പോകണം, എല്ലാവരും യാത്ര ചെയ്യണം. വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു ഇബാദത്താണ്. നല്ല രസം കൂടിയല്ലേ? ഇതാണ് ഹറാമുകൾ ഒഴിവാക്കുക, നിസ്കാരം ഉപേക്ഷിക്കാതിരിക്കുക, മറ്റനാവശ്യ ചിന്തകളും ബോധങ്ങളൊന്നും ഇല്ലാതിരിക്കുക. അതൊക്കെ വരുമ്പോൾ യാത്ര എന്നല്ല ഏതാണെങ്കിലും ഏത് ഇബാദത്തും ഹറാമായിട്ട് മാറും. നിസ്കാരം ഒഴിവാക്കിയിട്ട് മറ്റേ നമ്മൾ പള്ളിക്ക് എന്ത് കാര്യം ചെയ്തിട്ടും കാര്യമില്ലല്ലോ, അതൊക്കെ ഹറാമായിട്ട് വരും. അങ്ങനെയാണ് നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വലിയ കൂലിയുള്ള അർത്ഥവത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നൊരു സംഭവം യാത്ര. നമുക്ക് തോന്നും ഇതിങ്ങനെ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ തോന്നും. അതെ, അത് നമ്മൾ വന്നു പോകും. ഇപ്പോൾ നിരീശ്വരവാദികൾ ഇതൊക്കെ വെറുതെ ഉണ്ടായതാണെന്ന് പറയുന്ന ആളുകളും നമ്മുടെ ചുറ്റുമുണ്ട്. അതാണ് അത്ഭുതം. ഇതൊക്കെ കാണാത്തതുകൊണ്ടാണ്. വരുന്ന വഴിക്ക് ഒരു പാറ ഉണ്ടല്ലോ, എത്ര വലിയൊരു പാറയാണത്, ചെറിയൊരു ലോക്കിലാണ്. പക്ഷെ ആ പാറ അതൊരു ചെറിയൊരു കല്ലിന്റെ തടസ്സത്തിലാണ് നിൽക്കുന്നത്. ആ പാറ എങ്ങാനും അവിടുന്ന് നിയന്ത്രണം വിട്ട് താഴെ പോയി കഴിഞ്ഞാൽ എത്ര വലിയ അപകടങ്ങൾ. പക്ഷെ ആ പാറയെ
പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരു സൃഷ്ടാവില്ല എന്ന് പറയുന്നത് എത്ര വലിയ അന്തക്കേടാണ്. അത് ശരിയാ. അതാണ് നമുക്ക് ഒരു പ്രകൃതി അതങ്ങനെ പൊട്ടിമുളച്ചുണ്ടായതാണെങ്കിൽ അത് ഇത്ര പ്ലാനിങ്ങോടുകൂടി അതെ വളരെ കൃത്യതയോടുകൂടി ഒന്നും അങ്ങോട്ട് കൂട്ടാനോ കുറക്കാനോ ഇല്ലാതെ ഒരു സംഭവം തന്നെയാണ്. അതെ അതെ. ഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇല സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത്. ഇതാണ് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കാണണം മലകളും ഈ കാടുകളും നമ്മളെ പ്രകൃതിയും ഭംഗിയും മുഴുവനും കണ്ട് ആസ്വദിക്കണമെന്ന്. അതൊരു മുസ്ലിമിൻ്റെ സ്വഭാവത്തിൽ പെട്ടതാണ്. അത് കാണുമ്പോൾ നമ്മൾ അറിയാതെ പോലും നമ്മൾ പറഞ്ഞു പോകും, അപ്പോൾ പടച്ച റബ്ബ് എത്ര വലിയവനാണ്. അതാണ് ഒരു യാത്രികൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അതല്ലേ. എന്തായാലും നല്ല സ്ഥലമാണ്. ഒഴിവുള്ളവരൊക്കെ വരാനും കാണാനും പറ്റിയ അടിപൊളി സ്ഥലം. ഇൻഷാ അല്ലാ നമുക്ക് ഇനി കാണാം. കുറച്ചുകൂടി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം. ഇൻഷാ അല്ലാ. ഓക്കെ.